ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 5-ാം ഞായറാഴ്ചയിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് കൂനിയായ സ്ത്രീയുടെ കൂന് മാറ്റുന്നതായിട്ടാണ്. കൂനിയായ സ്ത്രീയെ നമ്മുടെ കർത്താവ് അനുകമ്പയോടെ ശ്രദ്ധിക്കുന്നതും അതിൻ്റെ ഫലമായി അവളുടെ അസുഖം ഭേദമാക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ദുരാത്മാവ് അവളെ ശാരീരികമായി വേദനിപ്പിച്ചെങ്കിലും അവളുടെ കർത്താവായ ദൈവമായി അവൾ വളരെ ശക്തമായ ഒരു ബന്ധം പുലർത്തിയിരുന്നു. ആ ബന്ധം പുലർത്തുവാൻ ഉള്ള ജാഗ്രത അവളുടെ ആത്മാവ് കാണിച്ചിരുന്നു. Her spirit was vigil and energetic to have a very strong spiritual relationship with her Lord Almighty. നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും ഈ ഒരു ബന്ധം പുലർത്താൻ? നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, അല്ലേ? നമ്മൾക്കൊരു വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കഷ്ടത വരുമ്പോൾ അതിനെ ചൊല്ലി നമ്മൾ ദൈവത്തോട് കംപ്ലയിൻറ്റ്സ് പറയുന്നതല്ലാതെ നമ്മൾ എത്രത്തോളം ദൈവമായിട്ട് ബന്ധം പുലർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്? It took 18 years for a crippled woman who was a regular churchgoer to be accepted, loved and healed from her infirmities. 18 വർഷം ചെറിയൊരു കാലയളവല്ല, അല്ലേ? 18 വർഷം അവൾക്ക് നല്ലതും ഫലപ്രദവുമായ ഒരു ആത്മീയ ജീവിതം നയിക്കേണ്ടതിന് അവളുടെ ശാരീരിക അസ്വസ്ഥത അവഗണിക്കുകയും അവളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുകയുമാണ് അവൾ ചെയ്തത്. കർത്താവായ യേശുവിൻ്റെ ദിവ്യമായ പ്രസംഗങ്ങളിൽ അവൾ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല. എന്നാൽ കൂനിയായ ഈ സ്ത്രീ നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന വേദിയിൽ നിന്ന് വളരെ ദൂരെയായിരിക്കാം ഇരിക്കുന്നത്. എന്നിട്ടും അവൻ അവളെ കണ്ട് അവളെ തൻ്റെ അടുത്തേക്ക് വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവയ്ക്കുകയാണ് ചെയ്തത്. നമ്മുടെ കർത്താവിൻ്റെ ആർദ്രമായ സ്പർശം ലഭിക്കുന്നതിനും എല്ലാത്തര ബലഹീനതകളിൽ നിന്നുമുള്ള മോചനത്തിനും ഈ നോമ്പുകാല പ്രാർത്ഥനകളും നമുക്ക് പ്രയോജനപ്പെടുത്താം. Let us make use of these Lent and Lenten prayers to get the tender touch of our Lord and freedom from all sorts of our infirmities. Until the next time we meet, stay blessed, be a blessing to all.